ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ ഡോസ് എന്ന മിസ്റ്ററി ത്രില്ലർ മൂവിയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീൻ തന്നെ വീൽ ചെയറിലിരിക്കുന്ന ഒരാളെയാണ് കാണിക്കുന്നത്. ഇയാളുടെ മുഖം വ്യക്തമായി കാണിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അപകടത്തിൽ ഇയാൾക്ക് സംസാരിക്കാൻ പറ്റാതായി പോയതാണ്. ഇയാൾ എന്തോ പറയാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഡോക്ടർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സംസാരിക്കാനുള്ള ഒരു ഡിവൈസ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്തോ പറയണമെന്ന് വിചാരിക്കുന്നുണ്ടല്ലോ, പറയേ എന്ന് ഡോക്ടർ ചോദിക്കുകയാണ്. എതിരെ ഇരിക്കുന്ന ആൾ ആ ഡിവൈസ് വെച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. ഇപ്പോഴാണ് സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് നടക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്നത്. ഇപ്പോൾ കാറിൽ ഒരു ഭർത്താവും ഭാര്യയും വരുന്നതാണ് കാണിക്കുന്നത്. ഭാര്യയുടെ പേര് അരുന്ധതി എന്നാണ്. ഇവർ മുൻ കാമുകൻ ജോലി ചെയ്യുന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. നീ എന്തിനാ നിന്റെ എക്സ് ജോലി ചെയ്യുന്നിടത്ത് ജോലിക്ക് പോകുന്നത്? നിനക്ക് അവനെ കാണുമ്പോൾ സ്ട്രെസ് ആവില്ലേ? വേണ്ട എന്ന് ഭർത്താവ് പറയുന്നു. ഇല്ല, ഞാൻ അവിടെ തന്നെയാണ് ജോലിക്ക് പോകാൻ പോകുന്നത് എന്ന് അവർ പറയുന്നു. ഇവരിപ്പോൾ താമസിക്കാനായി പുതിയൊരു വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് വേറൊരു പെൺകുട്ടിയെ കാണിക്കുന്നു. ഈ പെൺകുട്ടിയുടെ പേര് മീര എന്നാണ്. മീരയുടെ ഭർത്താവാണ് നമ്മുടെ ഹീറോ. ഇയാളുടെ പേര് പ്രകാശ് എന്നാണ്. അരുന്ധതി എന്ന് പറയുന്ന ഒരാളുടെ എക്സ് എന്ന് പറഞ്ഞില്ലേ, ആ എക്സ് നമ്മുടെ ഹീറോ തന്നെയാണ്. ഇപ്പോൾ ഇയാൾക്ക് കല്യാണം കഴിഞ്ഞ് മീര എന്ന് പറയുന്ന ഒരു ഭാര്യയുണ്ട്. ഇവർക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. സൂചി, മരുന്ന് ഇതെല്ലാം എടുത്തുകൊണ്ടേ ഇരുന്നാൽ മാത്രമേ ജീവൻ നിലനിർത്താനാവൂ. ഇതെല്ലാം എനിക്ക് വേണ്ട, ക്ഷീണിച്ചു എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ ഭർത്താവ് അത് സമ്മതിക്കുന്നില്ല. നീ അവസാനം വരെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്നയാൾ പറയാണ്. ഇയാൾ ജോലിക്ക് പോകുമ്പോഴല്ലേ നീയും എൻ്റെ കൂടെ വാ, എൻ്റെ റൂമിൽ തന്നെ റെസ്റ്റ് എടുക്കുക എന്നയാൾ പറയാണ്. ഇപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് അരുന്ധതിയെ കാണിക്കുന്നു. അരുന്ധതി ഭർത്താവിൻ്റെ കൂടെ ചേർന്ന് സാധനങ്ങളെല്ലാം അടുക്കി വെക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക്കായി കിസ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ കിസ് ചെയ്യാനായി അടുത്തു വരുമ്പോൾ ഇവരുടെ എക്സ് ആയ നമ്മുടെ ഹീറോ കൺമുന്നിൽ തെളിയുന്നു. ഹീറോ ആണെന്ന് കരുതി ഭർത്താവിനെ ഇവർ അടിക്കുകയാണ്. ഭർത്താവിനെ അടിച്ചല്ലോ എന്ന് കരുതി ഇവർ സോറി എല്ലാം ചോദിക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ല, വിട്ടേക്ക് എന്നയാൾ പറയുന്നു. അതായത് ഇനിയും എക്സിനെ ഓർത്ത് ഇവർ വിഷമിക്കുന്നുണ്ടെന്ന് ഭർത്താവിന് അറിയാമല്ലോ. അതുകൊണ്ട് ഭർത്താവ് ഇതൊന്നും കാര്യമാക്കുന്നില്ല. ഇപ്പോൾ രണ്ടുപേരും ജോലി ചെയ്യുന്ന ആശുപത്രി കാണിക്കുകയാണ്. ഇയാളായിരിക്കും ആശുപത്രിയുടെ ഹെഡ്. ഈ ആശുപത്രിയിൽ അന്യായമായ കാശെല്ലാം വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ ചേർന്ന് സമരമെല്ലാം ചെയ്യുന്നുണ്ട്. എന്താ ഇങ്ങനെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ഹെഡ് ദേഷ്യപ്പെടുന്നുണ്ട്. ഇതെല്ലാം കുറച്ച് ക്ലിയർ ചെയ്യുക എന്ന് പരിചയമുള്ള ആളുകളോട് ഇയാൾ പറയുന്നു. അതുപോലെ സെക്യൂരിറ്റിയെ വിളിച്ച് ചീത്ത പറയുന്നുണ്ട്. അവരെല്ലാം അകത്ത് വരുന്നവരെ നീ എന്ത് ചെയ്യായിരുന്നു, അവരെ അകത്ത് വരാതെ തടയാൻ കഴിഞ്ഞില്ലേ എന്നെല്ലാം ചോദിച്ച് ചീത്ത പറയുന്നുണ്ട്. അവനും സോറി ചോദിച്ച് ആ സ്ഥലത്ത് നിന്ന് പോകാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ ഇവിടെയുള്ള നഴ്സുമാരെ നമ്മളെ കാണിക്കുന്നുണ്ട്. അതിൽ ഹെഡ് നഴ്സായ ഒരാളുണ്ട്. ഒരു അമ്മുമ്മ അലാറം അടിച്ച ഉടനെ ആ സ്ഥലത്തേക്ക് വരുന്നു. അമ്മുമ്മേ, വെറുതെ അലാറം അടിക്കാൻ പാടില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി ആണെങ്കിൽ മാത്രമേ അലാറം അടിക്കാവൂ എന്ന് അവർ പറയുന്നുണ്ട്. ശരി, ഓക്കെ എന്ന് ആ അമ്മുമ്മയും സമ്മതിക്കുന്നുണ്ട്. ഈ ആശുപത്രി തന്നെയാണ് നമ്മുടെ ഹീറോ പ്രകാശ് ജോലി ചെയ്യുന്നത്. ഭാര്യ മീരയെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ഇയാളുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. എന്ത് വേണമെങ്കിലും എന്നെ വിളിക്കണം, നീ കിടന്ന് റെസ്റ്റ് എടുക്കുക എന്ന് ഇയാൾ പറയുന്നു. ശരി, ഓക്കെ എന്ന് മീരയും സമ്മതിക്കുകയാണ്. ഇപ്പോൾ ഇയാളും പേഷ്യൻറ്റിനെ നോക്കാമെന്ന് കരുതി ഓരോ പേഷ്യൻറ്റിനെയും നോക്കാനായി പോവാണ്. ഇയാളുടെ കൂടെ ഒരു അസിസ്റ്റന്റ് പോലെ ഒരാളുണ്ട്, ഒരു ഡോക്ടർ. അയാളുടെ പേര് നിഖിൽ എന്നാണ്. ഇപ്പോൾ ആ ഡോക്ടറെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരാണ്. ഈ ഡോക്ടർ നഴ്സുമാരോടും ഡോക്ടർമാരോടും എല്ലാം ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ പേഷ്യൻ്റായിട്ട് ചില പെൺകുട്ടികൾ വരുമല്ലോ, അവരോടും ഫ്ലേർട്ട് ചെയ്യും. ഈ ഡോക്ടർ കുറച്ച് വില്ലത്തരമുള്ള ആളാണെന്ന് നമ്മളെ കാണിച്ച് മനസ്സിലാക്കി തരുന്നു. ഇപ്പോൾ ഒരു സ്ത്രീ ക്ലീനിങ് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് ഹെഡ് നഴ്സ് വരികയാണ്. ഇതാ നിങ്ങളുടെ വീട്ടിലെ ചെലവുകൾക്ക് വെച്ചോളൂ എന്ന് പറഞ്ഞ് പണം കൊടുക്കുന്നു. ഈ സ്ത്രീയെ വേറെ ഏതോ ഒരു ജോലിക്ക് ഹെഡ് നഴ്സ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നു. അതുകൊണ്ടാണ് ഈ രീതിയിൽ കാശെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ക്ലീൻ ചെയ്യുന്ന സ്ത്രീയും പണം വാങ്ങി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ പ്രകാശ് നടന്നു പോകുമ്പോൾ അരുന്ധതി എതിരെ വരുന്നു. ഒരു കാലത്ത് ഇവർ രണ്ടുപേരും പ്രണയിച്ചവരായിരുന്നല്ലോ. പക്ഷെ ഇപ്പോൾ രണ്ടുപേരും വലിയ കാര്യമാക്കാതെ നടന്നു പോവാണ്. ഇപ്പോഴാണ് ഇവരുമായി ബന്ധപ്പെട്ട ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുന്നത്. പബ്ബിൽ പാർട്ടി ചെയ്യാൻ രണ്ടുപേരും വന്നപ്പോൾ പരസ്പരം കണ്ടിരുന്നു. അങ്ങനെ പ്രണയിക്കാൻ തുടങ്ങിയിരുന്നു. ഇവരുടെ പ്രണയം ദിവസം ചെല്ലുന്തോറും വളരെ വേഗത്തിൽ മുന്നോട്ടേക്ക് പോകുന്നു. രണ്ടുപേരും ഒന്നായി മാറുകയും ചെയ്യുന്നു. ഇപ്പോൾ വീട്ടിൽ കാര്യം സംസാരിക്കാന്ന് വെച്ചാൽ പ്രകാശിന്റെ മാതാപിതാക്കൾക്ക് അരുന്ധതിയെ തീരെ ഇഷ്ടപ്പെടുന്നില്ല. ജാതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം വരുന്നുണ്ട്. നമ്മുടെ ഹീറോ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, അമ്മയുടെ വാക്ക് ധിക്കരിച്ച് ഞാൻ ഒന്നും ചെയ്യില്ല, അതുകൊണ്ട് നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് ബ്രേക്കപ്പ് ചെയ്യുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ഒന്നായിരുന്നത് കൊണ്ട് അരുന്ധതി ഗർഭിണിയായിരുന്നു. നീ ഉടനെ വീട്ടിലേക്ക് വാ എന്ന് അരുന്ധതി പറയുന്നു. നമ്മൾ ബ്രേക്കപ്പ് ചെയ്തല്ലോ, പിന്നെ എന്തിനാണ് വീട്ടിലേക്ക് വിളിക്കുന്നത് എന്ന് ചോദിച്ച് ഇയാൾ ഫോൺ കട്ട് ചെയ്യുന്നു. അവൾ ഗർഭിണിയാണെന്ന കാര്യം പറയാനാണ് വന്നത്. അതിനു മുമ്പേ തന്നെ ഫോൺ കട്ട് ചെയ്യുന്നു. ഇപ്പോൾ അവർക്ക് ആ പ്രഗ്നൻസി അബോട്ടായി പോകുന്നുണ്ട്. ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതോർത്ത് ഇവർ വളരെ സങ്കടപ്പെട്ട് കരയാണ്. ഇപ്പോൾ പ്രസന്റിൽ പ്രകാശ് വിശ്രമിക്കാനായി റൂമിലേക്ക് വരുന്നു. ഇപ്പോഴും ഭാര്യ ഉറങ്ങാതിരിക്കുകയാണ്. എന്താ മിരി ഇനിയും ഉറങ്ങാത്തത്? നീ കിടന്ന് റെസ്റ്റ് എടുത്താൽ മാത്രമല്ലേ ശരീരം കുറച്ച് ശരിയാവൂ, നീ കിടന്ന് റെസ്റ്റ് എടുക്കുക എന്ന് പറയാണ്.
മീരയും ശരിയെന്ന് സമ്മതിക്കുന്നു. ഇപ്പോൾ വാച്ച്മാനെ കാണിക്കുന്നു. അവൻ പുറത്തല്ലാതെ മുകളിൽ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്, അതായത് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത്. അവിടേക്ക് ഒരു നേഴ്സ് വരുന്നുണ്ട്, അതായത് മെയിൽ നേഴ്സ് വരുന്നു. അയാളുടെ കയ്യിൽ ഒരു പേപ്പർ കൊടുക്കുന്നു. അയാളും ശരിയെന്ന് സമ്മതിച്ച് പോവാണ്. അങ്ങനെ കുറച്ച് മരുന്നുകളെല്ലാം എവിടെ നിന്നോ എടുക്കുന്നുണ്ട്. എന്തോ തെറ്റായ കാര്യം ചെയ്യുന്നുണ്ട്, അതെന്താണെന്ന് നമുക്ക് വ്യക്തമല്ല. സ്റ്റെല്ല എന്നൊരു പെൺകുട്ടിയുടെ മുത്തശ്ശന് സുഖമില്ല. എമർജൻസി ആയതുകൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. മുത്തശ്ശന് ഓപ്പറേഷൻ എല്ലാം ചെയ്യുന്നുണ്ട്. ഈ പെൺകുട്ടിയെ കണ്ട ഉടനെ നിഖിൽ എന്ന ആ ഡോക്ടർക്ക് ഇഷ്ടപ്പെടുന്നു. അയാളും വിഷമിക്കേണ്ട, മുത്തശ്ശനെ ഞാൻ നോക്കിക്കോളാം എന്നെല്ലാം നല്ല രീതിയിൽ സംസാരിക്കുന്നു. ഇവരുടെ നമ്പർ നിഖിൽ നൈസായി ചോദിച്ചു വാങ്ങുന്നുണ്ട്. അരുന്ധതിയാണ് ട്രീറ്റ്മെന്റ് കൊടുത്തത്. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് പോയി കാണാം എന്ന് അരുന്ധതി പറയുന്നു. സ്റ്റെല്ലയുടെ മുത്തശ്ശൻ ഓക്കെ ആയിരുന്നല്ലോ. പെട്ടെന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് അപസ്മാരം വരുന്ന പോലെ ആവുന്നു. ഉടനെ അരുന്ധതിയും നമ്മുടെ ഹീറോയും അവിടേക്ക് വരികയാണ്. രണ്ടുപേരും ചേർന്നാണ് അദ്ദേഹത്തെ പേഷ്യന്റിനെ പോലെ നോക്കുന്നത്. ഇപ്പോൾ ആ പ്രശ്നം എന്താണെന്ന് അവർ പരിഹരിക്കുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട, കുഴപ്പമൊന്നുമില്ല എന്ന് സ്റ്റെല്ലയോട് പറയുന്നു. മുത്തശ്ശന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഓർത്ത് സ്റ്റെല്ലയും ഈ സ്ഥലത്ത് കുറച്ച് ആശ്വാസത്തിലാവുന്നു. ഇപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് ഒരു വലിയ ഗായകനെ കാണിക്കുന്നു. ഇയാളൊരു ഷോയിൽ പങ്കെടുക്കാനായി വന്നതാണ്. ഇയാളുടെ പേരിലുള്ള ഒരു സ്ഥലം അദ്ദേഹത്തിന്റെ അമ്മാവൻ തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അമ്മാവൻ ആരാണെന്ന് വെച്ചാൽ ആ ആശുപത്രി നടത്തുന്ന ഹെഡ് തന്നെയാണ്. എടാ, എനിക്ക് ആ സ്ഥലം താടാ, എത്ര വില വേണമെങ്കിലും തരാം എന്നയാൾ പറയുന്നു. ആ സ്ഥലം തരുന്നതിൽ എനിക്ക് താല്പര്യമില്ല, ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് അമ്മാവനോട് പറയുന്നു. ഇപ്പോൾ നല്ല ആരോഗ്യത്തോടെ ഇരുന്ന ഗായകന് പെട്ടെന്ന് സുഖമല്ലാതാവുന്നു. വേഗം അമ്മാവന്റെ ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് കരുതി വീട്ടുകാർ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു. ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. എന്താ പെട്ടെന്ന് ഓപ്പറേഷൻ എന്ന് ഭാര്യ ചോദിക്കുന്നുണ്ട്. പരിശോധിച്ചതിൽ ഓപ്പറേഷൻ ചെയ്തേ മതിയാവൂ, അവസ്ഥ മനസ്സിലാക്ക്, ഒപ്പിട്ടതാ എന്ന് ഡോക്ടർ പറയുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ഭാര്യ ഒപ്പിടുന്നുണ്ട്. ഗായകന് ഓപ്പറേഷൻ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റെല്ല എന്ന പെൺകുട്ടിയെ നമ്മളെ കാണിക്കുന്നുണ്ട്. നിഖിൽ ഭയങ്കരമായി ഫ്ലേർട്ട് ചെയ്യുന്ന രീതിയിലെല്ലാം സംസാരിക്കുന്നുണ്ട്. മുകളിലുള്ള നിലയിലേക്ക് വാ, അവിടെ വെച്ച് നമുക്ക് കുറച്ച് റൊമാൻറ്റിക്കായി സംസാരിക്കാം എന്ന് പറയുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയും മുകളിലുള്ള സ്ഥലത്തേക്ക് വരുന്നു. അതൊരു കാലിയായ സ്ഥലം പോലെയാണ്. ഇവർ മുകളിലേക്ക് പോയ ഗ്യാപ്പിൽ മുത്തശ്ശന്റെ റൂമിനടുത്തേക്ക് ആരോ വരുന്നുണ്ട്. ആരാണെന്ന് വ്യക്തമല്ല. ഇപ്പോൾ മുകളിൽ അവൻ നിൽക്കുന്നുണ്ടല്ലോ. തൊട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇയാളുടെ പെരുമാറ്റം ഒട്ടും ശരിയല്ല, നമുക്ക് ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് അവൾ പോവാൻ തുടങ്ങുന്നു. എന്താ അത്ര പെട്ടെന്ന് പോകുന്നത്? നിൽക്കെന്ന് പറഞ്ഞ് നിഖിൽ പുറകെ വരുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അവൾ നിൽക്കുന്നുണ്ട്. ഇവർ മാത്രം മുത്തശ്ശനെ കാണാനായി വരുമ്പോൾ മുത്തശ്ശൻ അപസ്മാരം വന്നിരിക്കുകയാണ്. അയ്യോ എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും എഴുന്നേൽപ്പിക്കാൻ തുടങ്ങുന്നു. വന്നു നോക്ക് എന്നെല്ലാം പറയുന്നുണ്ട്. നമ്മുടെ ഹീറോ ഇവിടെ അടുത്തുള്ള റൂമിൽ തന്നെയാണുള്ളത്. നീ കിടന്ന് റെസ്റ്റ് എടുക്ക്, ഞാൻ വരാൻ വൈകും എന്ന് ഭാര്യ മീരയോട് പറഞ്ഞിട്ട് വേഗം കാണാനായി വരുന്നു. അതുപോലെ അരുന്ധതിയും ഇവിടെയുണ്ട്. അവരും കാണാനായി വരുന്നുണ്ട്. രണ്ടുപേരും കഴിയുന്നത്ര രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മുത്തശ്ശൻ ആ സ്ഥലത്ത് വെച്ച് മരിച്ചു പോകുന്നു. സോറി, രക്ഷിക്കാൻ പറ്റിയില്ല എന്ന് സ്റ്റെല്ലയോട് പറയുന്നു. സ്റ്റെല്ല ഇത് കേട്ട് ഭയങ്കരമായി വിഷമിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ഹീറോയ്ക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതോർത്ത് അയാൾ ഭാര്യയോട് സങ്കടത്തോട് സംസാരിക്കുന്നു. സാരമില്ല, നിങ്ങൾ ശ്രമിച്ചില്ലേ എന്ന് ഭാര്യ പറയുന്നു. അതുപോലെ അരുന്ധതിയും ഇതോർത്ത് സങ്കടപ്പെടുകയാണ്. കൂട്ടിക്കൊണ്ടുപോകാൻ ഭർത്താവ് വരുന്നുണ്ട്. അരുന്ധതിയുടെ ഭർത്താവിന്റെ പേര് അശോക് എന്നാണ്. ഇപ്പോൾ അശോകനോട് ഇവർ സങ്കടത്തോടെ നടന്ന കാര്യങ്ങൾ പറയുന്നു. അശോകും അവർക്ക് ആശ്വാസവാക്കുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ മുത്തശ്ശന്റെ ബോഡി അവിടെ നിന്നും കൊണ്ടുപോവാണ്. അത് കാണുന്ന ഭാര്യ കഷ്ടപ്പെട്ട് മരിക്കുന്നതിനേക്കാൾ ഈ രീതിയിൽ മരിക്കുന്ന എത്രയോ നല്ലതാണ് എന്ന് പറയാണ്. കാരണം അവരും മരിക്കാമെന്ന ചിന്തയിലാണ്. ഭർത്താവാണ് ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തിനിങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ ഭാര്യ ഒരു നോട്ടം നോക്കുന്നു. ഇപ്പോൾ ഗായകനെ നമ്മളെ കാണിക്കുന്നുണ്ട്. കുറച്ച് ഭേദമുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഗായകന്റെ കുടുംബാംഗങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ഇയാളും കുഴപ്പമില്ല എന്ന് പറയുന്നു. അപ്പോൾ അമ്മാവൻ അവിടെ വരികയാണ്. വന്ന അമ്മാവൻ ഇപ്പോഴും സ്വത്തിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതെനിക്ക് തന്നേക്കാമോ എന്ന് ചോദിക്കുന്നു. ഇയാൾക്ക് അമ്മാവനോട് സംസാരിക്കാൻ ഇഷ്ടമില്ലാതെ തലതിരിക്കുന്നു. അമ്മാവനും അവിടെ നിന്ന് പോവുകയാണ്. ഇപ്പോൾ ഭാര്യ ഭർത്താവിന് ഭക്ഷണം വാരി കൊടുത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അമ്മാവൻ പറയുന്നത് ശരിയല്ലേ, ആ സ്ഥലം നമുക്ക് അയാൾക്ക് കൊടുത്തേക്കാം എന്ന് പറയാണ്. അയാൾക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. നീ ഈ റൂമിൽ നിൽക്കേണ്ട കാര്യമില്ല, പുറത്തേക്ക് പോ എന്ന് പറഞ്ഞ് ചീത്ത പറയുന്നു. പോവാണെന്ന് പറഞ്ഞ പിണങ്ങി ഭാര്യ അമ്മയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. ഭാര്യ ഇങ്ങനെ പുറത്തു വന്നത് ആരോ നോക്കി നിൽക്കുന്നുണ്ട്. നോക്കുന്ന ആരാണെന്ന് വ്യക്തമായി കാണിക്കുന്നില്ല. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ കാണിക്കുന്നുണ്ടല്ലോ. ഇവരെ നന്നായി ശ്രദ്ധിച്ചോട്ടോ. ഇവരാണ് ആശുപത്രി ഹെഡിന്റെ മകൾ. ഇവളോടും നിഖിൽ ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. നിഖിൽ ഇപ്പം മുകളിലേക്ക് വാ എന്ന് വിളിക്കുന്നു. ഇവളും നിഖിലിനെ കാണാനായി മുകളിലേക്ക് വരുന്നു. ഇപ്പോൾ നിഖിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് കെട്ടിപ്പിടിച്ച് ഇവളുമായി റൊമാൻസ് ചെയ്യുന്നു. ഇവർ രണ്ടുപേരും ഒരുപാട് നാളായി പ്രണയത്തിലാണെന്ന് മനസ്സിലാവുന്നു. ഈ കാര്യങ്ങളെല്ലാം സെക്യൂരിറ്റിയും ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ ഇവൻ ഓണറുടെ മകളായി തന്നെ റൊമാൻസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് സെക്യൂരിറ്റി ദേഷ്യപ്പെടുന്നുണ്ട്. ഗായകന്റെ ഭാര്യയെ പുറത്തു വന്നത് ആരോ കണ്ടിരുന്നു. ഇപ്പോൾ അവരെന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഗായകൻ ഇരിക്കുന്ന റൂമിലേക്ക് പോവുകയാണ്. ഗായകനെ എന്തോ ചെയ്യാനായി പോവുകയാണെന്ന് മനസ്സിലാവുന്നു. കുറച്ചു നേരം കഴിയുമ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ പിണങ്ങിയിരിക്കാതെ നിന്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോ എന്ന് പറയുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ഭാര്യ ഭർത്താവിനെ കാണാനായി വരുന്നു. അപ്പോൾ ഭർത്താവ് പിടയുകയാണ്. അയ്യോ, ഭർത്താവിന് എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞ് ഇവരെല്ലാവരോടും പറയുന്നുണ്ട്. ഈ വിവരം നമ്മുടെ ഹീറോ പ്രകാശിനും ലഭിക്കുന്നു. പ്രകാശ് ഉടനെ പോയി നോക്കണമെന്ന് കരുതി വേഗം അവിടേക്ക് വരുന്നു. അതുപോലെ അരുന്ധതിയും എന്താണെന്ന് അറിയാൻ അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ അയാൾ മരിച്ചുപോയി എന്ന് മനസ്സിലാവുന്നു. ഇയാളെങ്ങനെ പെട്ടെന്ന് മരിച്ചു? പ്രായം പോലും അധികമായിട്ടില്ലല്ലോ എന്ന് അവർ ചിന്തിക്കുകയാണ്.
ഗായകന്റെ ഭാര്യ ഭയങ്കരമായി സങ്കടപ്പെടുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞ് പ്രകാശ് ഭാര്യയെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ ഒരാൾ ബൈക്കിൽ ഫോളോ ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ട്. ഇവന്റെ കയ്യിൽ പെടാതെ വേഗം വീട്ടിലേക്ക് പോകണമെന്ന് കരുതി അയാൾ കാറ് കുറച്ച് വേഗത്തിൽ ഓടിക്കുന്നു. അവൻ കുറുകെ വന്ന് ബൈക്ക് നിർത്തുകയാണ്. ഇയാൾ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുന്നുണ്ട്. ഇയാൾ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നു. ഭാര്യ ബെൽറ്റ് ഇടാത്തതുകൊണ്ട് കാറിന്റെ ചില്ല് തകർന്ന് പുറത്തേക്ക് തെറിച്ചു വീഴുന്നു. അത് കണ്ട് ചിരിച്ചുകൊണ്ട് ബൈക്കിൽ വന്നവൻ പോവുകയാണ്. ഭാര്യ ഇപ്പോൾ മരിച്ചതുപോലെ കിടക്കുകയാണല്ലോ. ഇയാൾ ഭാര്യയ്ക്ക് എന്ത് പറ്റിയെന്നറിയാൻ അടുത്തേക്ക് പോയി നോക്കുകയാണ്. ഭാര്യ പെടഞ്ഞു മരിക്കുന്നു. ഇത് ഉൾക്കൊള്ളാനാവാതെ ഇയാളും ഭയങ്കരമായി സങ്കടപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഇതെല്ലാം ഇയാൾ കണ്ട സ്വപ്നമാണ്. ഭാര്യയാണ് രാവിലെ എഴുന്നേൽപ്പിക്കുന്നത്. എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. ഇയാൾ ഒന്നുമില്ല എന്ന് പറയുന്നു. നമ്മുടെ ഹീറോയുടെ മനസ്സിൽ എന്തൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നു. ഇപ്പോൾ ഹീറോ ഹെഡിനെ കാണാനായി വരികയാണ്. എൻ്റെ പേഷ്യൻസ് ഓരോരുത്തരായി തുടർച്ചയായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു തെറ്റ് നടക്കുന്നുണ്ട് സാർ, ഇതെന്താണെന്ന് അന്വേഷിക്കണം എന്ന് പറയുന്നു. അതിന് ഹെഡ്, നീ എന്താ അനാവശ്യമായി ചിന്തിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, നീ കുറച്ച് തെറാപ്പിയൊക്കെ എടുക്കുക, നീ ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നു. ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരുന്ന ഹീറോ അരുന്ധതിയെ കാണുന്നു. ഒരുപക്ഷെ ഇവളാണോ ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നത് എന്ന് ഇയാൾക്ക് ചെറിയ സംശയം വരുന്നുണ്ട്. അരുന്ധതിയുടെ സ്ഥലം നമ്മളൊന്ന് പരിശോധിക്കണം. അതായത് അരുന്ധതിയുമായി ബന്ധപ്പെട്ട മരുന്നുകളെല്ലാം ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, ആ സ്ഥലം പരിശോധിക്കണമെന്ന് കരുതി ഇയാൾ രഹസ്യമായി അവിടെ വരുന്നു. അങ്ങനെ പരിശോധിക്കുമ്പോൾ അവർ മയക്കുമരുന്ന് പോലുള്ളൊരു മരുന്ന് എടുക്കുന്നത് ഇയാൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുന്നു. അരുന്ധതിയുടെ കുട്ടി അബോട്ടായല്ലോ. അവർ ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ ഇയാൾ ആശ്വസിപ്പിക്കാനായി വരുന്നു. ഇങ്ങനെ ഗർഭിണിയായിരുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു, ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നു, സോറി എന്നെല്ലാം ചോദിക്കുകയാണ്. പക്ഷെ ദേഷ്യത്തിലുള്ള അരുന്ധതി എഴുന്നേറ്റ് പോ എന്ന് പറയാണ്. എന്നാൽ ഇയാൾ സമാധാനിപ്പിക്കാനായി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. കത്തിയെടുത്ത് ഇവർ അയാളുടെ വിരലിൽ കുത്തുന്നു. അങ്ങനെ കുത്തിയപ്പോൾ അയാളുടെ വിരൽ മുറിഞ്ഞു പോയിരുന്നു. അതാണ് ഇപ്പോൾ തുന്നി ചേർത്ത് വെച്ചിരിക്കുന്നത്. അതെല്ലാം അയാളിപ്പോൾ ഓർത്തു നോക്കുകയാണ്. ഈ മരുന്നെടുത്ത് പോവാം എന്ന് കരുതി വേഗം അവിടെ നിന്ന് പോവാണ്. അരുന്ധതിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്ന് അയാൾ ഭാര്യയോട് പറയാണ്. അങ്ങനെയൊന്നും ആവില്ല എന്ന് ഭാര്യയും പറയുന്നു. അല്ലല്ല, അവളാണ് എന്നോട് പ്രതികാരം ചെയ്യാനായി ഇങ്ങനെ ചെയ്യുന്നത്. എൻ്റെ പേഷ്യൻസിനെ അവളും നോക്കുമല്ലോ എന്ന് അയാൾ പറയുന്നു. തുടക്കത്തിൽ ഒരു അമ്മൂമ്മയെ കാണിച്ചില്ലേ, ആ അമ്മൂമ്മയും ഇയാളുടെ പേഷ്യൻ്റാണ്. ആ അമ്മൂമ്മയെ വകവരുത്താൻ ആരോ വരുന്നുണ്ട്. ആ അമ്മൂമ്മയ്ക്ക് സുഖമില്ലാതായ ഉടനെ ബെല്ലടിക്കുന്നു. വെറുതെ ബെല്ലടിച്ചല്ലോ. ഇപ്പോൾ എമർജൻസി ആയതുകൊണ്ട് ബെല്ലടിച്ചപ്പോൾ എല്ലാവരും ആ സ്ഥലത്തേക്ക് ഓടി വരുന്നു. ഇപ്പോൾ അമ്മൂമ്മയുടെ പ്രശ്നം ഇയാൾ പരിഹരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഭാര്യയോട് പറയുമ്പോൾ, അപ്പോൾ അമ്മൂമ്മയ്ക്ക് വേറെ ആരോ മനഃപൂർവ്വം ഒരു മരുന്ന് നൽകിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? എങ്കിൽ അത് പരിശോധിച്ച് നോക്ക് എന്ന് പറയുന്നു. ഭാര്യ പറയുന്നത് ശരിയാണല്ലോ, പരിശോധിക്കണം എന്ന് കരുതി ഇയാൾ സാമ്പിൾ എടുക്കുകയാണ്. ആ സാമ്പിൾ ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് പറ, ഇതിലെന്തെങ്കിലും ഡ്രഗ് കലർന്നിട്ടുണ്ടോ, അതായത് മരിക്കാൻ കാരണമാവുന്ന ഡ്രഗ് കലർന്നിട്ടുണ്ടോ എന്ന് കണ്ടുപിടിച്ച് പറയേ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ ജോലി ചെയ്യുന്ന ഹെഡ് നഴ്സിനോടും ക്ലീനിങ് സ്ത്രീയോടും അരുന്ധതിയെക്കുറിച്ച് അന്വേഷിക്കുന്നു. അതെ സാർ, മാഡത്തിൻ്റെ ആക്ടിവിറ്റി എല്ലാം കുറച്ച് സംശയാസ്പദമാണ് എന്ന് രണ്ടുപേരും പറയുന്നു. അപ്പോൾ അരുന്ധതിയാണ് ഇതിന് പിന്നിൽ എന്ന കാര്യം അയാൾ ഉറപ്പിക്കുന്നു. അരുന്ധതി, എനിക്ക് നിന്നോട് സംസാരിക്കണം, നീ പുറത്തുള്ള ഈ കഫേയിലേക്ക് വാ എന്ന് പറയാണ്. ശരി, ഓക്കെ എന്ന് അവരും സമ്മതിക്കുന്നു. അങ്ങനെ പറഞ്ഞ അവർ ഭർത്താവിൻ്റെ കൂടെയാണ് ആ സ്ഥലത്തേക്ക് വരുന്നത്. നീയാണോ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അയാൾ ചോദിക്കുന്നു. എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ച് ദേഷ്യത്തിൽ വെള്ളം എടുത്ത് അയാളുടെ മുഖത്തേക്ക് ഒഴിക്കുന്നു. അതായത് ഞാനിതൊന്നും ചെയ്തിട്ടില്ല എന്നിവർ പറയുന്നു. ഇപ്പോൾ ഒരു അജ്ഞാതൻ ആശുപത്രിയിലുള്ള എല്ലാവർക്കും കോൾ ചെയ്ത് സംസാരിക്കുന്നു. അടുത്തടുത്ത് മരണം സംഭവിക്കുന്നുണ്ടല്ലോ, നിങ്ങളല്ലേ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞ് എല്ലാവരെയും കളിയാക്കുന്നത് പോലെ സംസാരിക്കുന്നു. ഇവരോട് മാത്രമല്ല സംസാരിച്ചത്, പേഷ്യൻസിനോടും സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പേഷ്യൻസ് എല്ലാവരും ദേഷ്യത്തിലാണ്. അതുപോലെ ഇതൊരു പരാതിയായി മാറുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വിവേക് എന്ന പോലീസ് ഓഫീസറെ കാണിക്കുന്നു. ഇയാളെ സംബന്ധിച്ച് ഇപ്പോൾ ബ്രേക്കിലാണെന്ന് മനസ്സിലാവുന്നു. എന്നാൽ സീനിയർ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. ആ ആശുപത്രിക്കെതിരെ ഇങ്ങനൊരു കുറ്റാരോപണം വന്നിട്ടുണ്ട്, അവിടെ എന്തോ തെറ്റ് നടക്കുന്നുണ്ട്, നീ എന്താണ് കാര്യം എന്ന് അന്വേഷിച്ച് എനിക്ക് അപ്ഡേറ്റ് ചെയ്യേ എന്ന് പറയുന്നു. ശരി, ഓക്കെ എന്ന് വിവേകും സമ്മതിക്കുന്നു. ഇയാൾ ഡ്യൂട്ടിയിലല്ലെങ്കിലും ഈ കേസ് ഏറ്റെടുക്കുന്നു. ആദ്യം വന്നയാൾ CCTV എല്ലാം ചെക്ക് ചെയ്യണം എന്ന് പറയുന്നു. ഇയാൾക്ക് CCTV എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ ധാരാളം ഫൂട്ടേജുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഫൂട്ടേജുകൾ എങ്ങനെയാണ് സാർ മിസ്സാവുന്നത് എന്ന് ഹെഡിനോട് ചോദിക്കുന്നു. മിസ്സാവുന്നതിന് ഞാൻ എന്ത് ചെയ്യും സാർ, എറർ പോലെ എന്തെങ്കിലും സംഭവിച്ചു കാണും എന്ന് പറഞ്ഞ് ഹെഡ് ഒഴിഞ്ഞു മാറുന്നു. അപ്പോൾ ഹെഡ് എന്തോ ഒളിപ്പിക്കുന്നുണ്ടെന്ന് വിവേകിന് മനസ്സിലാവുകയും എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നു. വിവേക് പോയതിനു ശേഷം ഈ ഹെഡ് ഇവൻ വല്ലാതെ കുഴപ്പിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആരോടോ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ഈ ആശുപത്രിയിൽ തുടർച്ചയായി മരണങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഇയാൾ എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. അല്ല, നേരിട്ട് ബന്ധമുള്ളത് നമ്മുടെ ഹീറോയ്ക്കല്ലേ. അപ്പോൾ ഹീറോയോട് ഇയാൾ സംസാരിക്കാൻ തുടങ്ങുന്നു. ശരി, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് ഹീറോയോട് ചോദിക്കുന്നു. ഹീറോയ്ക്ക് അരുന്ധതിയുടെ മേലുള്ള സംശയത്തിനെ കുറിച്ച് പറയുന്നു. അരുന്ധതിക്ക് എന്നോട് ദേഷ്യമുണ്ട്, അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നയാൾ പറയുന്നു. എങ്കിൽ അടുത്തതായി അരുന്ധതിയെ പോയി കാണാമെന്ന് കരുതി ഇയാൾ അരുന്ധതിയുടെ വീട്ടിൽ വന്ന് ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നു. അവൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ സാർ ഈ ചോദ്യം ചോദിക്കാൻ കഴിയും? ഒരു ഡോക്ടർ ആയിരുന്നുകൊണ്ട് ഞാൻ എങ്ങനെ സാർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈ ഡിറ്റക്ടർ വെച്ച് ടെസ്റ്റ് ചെയ്തോളൂ എന്നവൾ പറയുന്നു. എന്താ ഇത്രത്തോളം കോൺഫിഡൻ്റ് ആയി സംസാരിക്കുന്നത് എന്ന് ഇയാളും ചിന്തിക്കുകയാണ്. എന്നാൽ ഇവരെക്കുറിച്ച് നമ്മൾ കൂടുതലായി അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അന്വേഷണം നടത്തുന്നു. അപ്പോഴാണ് കൂടെ ജോലി ചെയ്ത ഒരാൾ ഒരു കാര്യം പറയുന്നത്.
അരുന്ധതിയെ സംബന്ധിച്ച് മരിക്കാറായ അവസ്ഥയിൽ ബുദ്ധിമുട്ടുന്നവരെ മേഴ്സി കില്ലിംഗ് ചെയ്യാം എന്നെല്ലാം അവർ പറയാറുണ്ട്. അതായത് ഒരാൾക്ക് വയസ്സായി വളരെ ബുദ്ധിമുട്ടുകയാണെങ്കിൽ നമ്മൾ തന്നെ അവരെ കൊല്ലുന്നതാണ് നല്ലത് എന്നെല്ലാം പറയാറുണ്ട്. അപ്പോൾ ഇപ്പോൾ മരിച്ചുപോയ പേഷ്യൻസും വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. ഒരുപക്ഷെ അരുന്ധതി തന്നെ ആയിരിക്കുമോ ഇത് ചെയ്തത് എന്ന് ഇയാൾ ചിന്തിക്കുന്നു. അരുന്ധതിയുടെ ഒരു ഫ്രണ്ട് ഇപ്പോൾ വെറ്റിനറി ഡോക്ടറാണ്. അവരോട് സംസാരിക്കുമ്പോൾ അവരൊരു സംഭവം പറയുന്നു. ഒരു നായയ്ക്ക് പരിക്കേറ്റ് ആ നായ വളരെ ബുദ്ധിമുട്ടിയിരുന്നു. ആ നായയെ അവൾ തന്നെ കൊന്നു കളഞ്ഞിരുന്നു. ആ നായ കഷ്ടപ്പെടുന്നത് കണ്ട് സഹിക്കാൻ കഴിയാതെ അങ്ങനെ ചെയ്തു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ വിവേക് എന്ന ഓഫീസർക്കും അരുന്ധതിയുടെ മേൽ സംശയം വരുന്നുണ്ടല്ലോ. ഇതിനെക്കുറിച്ചെല്ലാം ഇയാൾ നമ്മുടെ ഹീറോ പ്രകാശിനോട് പറയുന്നുണ്ട്. തെളിവെന്തെങ്കിലും ലഭിച്ചാലേ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ, ഞാൻ തെളിവിന് വേണ്ടിയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. ഇപ്പോൾ ഹെഡ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിഖിലിനെ വിളിച്ച് സംസാരിക്കുകയാണ്. കാരണം ഹെഡിന്റെ മകളുടെ പുറകെ ഇയാൾ നടക്കുന്നുണ്ടല്ലോ. നീ എങ്ങനെയുള്ളവനാണെന്ന് എനിക്കറിയാം, ഇനിമേൽ എൻ്റെ മകളുടെ പുറകെ നടക്കരുത് എന്ന് പറയുന്നു. നടക്കുക തന്നെ ചെയ്യും, നിങ്ങൾ ആശുപത്രിയിൽ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം എന്നവൻ പറയുന്നു. CCTV കട്ട് ചെയ്തിട്ട് മരുന്നിൽ തട്ടിപ്പുകളെല്ലാം ചെയ്യുന്നുണ്ട്, അതിലൂടെ ഒരുപാട് സമ്പാദിക്കുന്നുണ്ടല്ലോ. ഇനി മുതൽ ഭാവി മരുമകനായ എനിക്കും പാർട്ട്ണർഷിപ്പ് പോലെ തരണം, 50% എനിക്ക് തരണം എന്നെല്ലാം അവൻ പറയുന്നു. മകളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഇത്ര ധൈര്യമായി സംസാരിക്കുന്നത് എന്ന് ഇയാൾക്ക് മനസ്സിലാവുന്നു. മകളെ വിട്ടു പോകാൻ പറയുന്നുണ്ട്. അവൻ കേൾക്കുന്നതേ ഇല്ല. എന്നെ എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചാൽ ഞാൻ നിങ്ങളെ എക്സ്പോസ് ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തി അവൻ പോകുന്നുണ്ട്. ഈ ഹെഡ് സെക്യൂരിറ്റി വെച്ചിട്ടാണ് ഈ തെറ്റുകളെല്ലാം ചെയ്യുന്നത്. അരുന്ധതി പോലീസുകാരനോട് ലൈ ഡിറ്റക്ടർ ടെസ്റ്റ് വേണമെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞിരുന്നല്ലോ. അതിനുള്ള ഏർപ്പാടുകളെല്ലാം വിവേക് ചെയ്യുന്നു. ഇപ്പോൾ ലൈ ഡിറ്റക്ടർ ടെസ്റ്റ് ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. ഭർത്താവാണെങ്കിൽ അവൾ മെന്റൽ ട്രോമയിലാണ്, ഇതൊന്നും വേണ്ട എന്ന് പറയുന്നു. അവർ തന്നെ സമ്മതിച്ചല്ലോ, നിങ്ങൾക്ക് എന്താന്ന് പറഞ്ഞ് ഇയാൾ ഇവരോട് ചോദ്യം ചോദിക്കാനായി വരുന്നു. അതായത് നിങ്ങൾക്ക് ഹീറോയോട് ദേഷ്യമുണ്ട്, ഹീറോയോട് പ്രതികാരം ചെയ്യാൻ നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട ഉടനെ അവർ പരിഭ്രാന്തിയിലാവുന്നു. ഈ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് മറുപടി പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഓടി വന്ന് ഭർത്താവിനെ കെട്ടിപ്പിടിക്കുന്നു. ഇവരെന്തിനാണ് പകുതി വെച്ച് പോയത് എന്ന് വിവേകിന് സംശയം കൂടുകയാണ്. വിവേക് സീനിയറോട് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ അരുന്ധതിയാണ് ഇതിന് പിന്നിൽ, ഇനിയും തെളിവ് ലഭിച്ചിട്ടില്ല, ഉടൻ തന്നെ ആ തെളിവും ലഭിക്കും എന്ന് പറയുന്നു. നമ്മുടെ ഹീറോ പ്രകാശ് എപ്പോഴും പോലെ ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകാമെന്ന് കരുതി കാറിൽ കയറിയിരിക്കുകയാണ്. അപ്പോഴാണ് ഹെഡ് നഴ്സ് ഒരു പയ്യനുമായി വഴക്കിടുന്നത് കാണുന്നത്. അതിനുശേഷം ആ പയ്യന്റെ കയ്യിൽ എന്തോ കൊടുത്തുവിടുന്നുണ്ട്. ഇവരെന്താണ് കൊടുത്തുവിടുന്നത് എന്ന് ഇയാളും ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ആ പയ്യനെ നമ്മൾ പിടിക്കണമെന്ന് കരുതി പിടിക്കുകയാണ്. എന്താണ് തന്നത്, മര്യാദയ്ക്ക് കാണിക്കുക എന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങുന്നു. അരുന്ധതി ഒരു ഡ്രഗ് എടുത്തതായി ഇയാൾ വിചാരിച്ചില്ലേ, ആ ഡ്രഗാണ് ഈ പയ്യനെ കൊടുത്തുവിട്ടിരിക്കുന്നത്. ഈ പയ്യൻ ആരാണെന്ന് വെച്ചാൽ ആ ഹെഡ് നഴ്സിന്റെ മകൻ തന്നെയാണ്. മര്യാദയ്ക്ക് സത്യം പറ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. സാർ, എൻ്റെ മകൻ ഡ്രഗ് അഡിക്റ്റ് ആണ് സാർ, അതിനുവേണ്ടി ഈ മരുന്ന് ഞാനാണ് ഏർപ്പാടാക്കുന്നത്. അരുന്ധതി മാഡത്തിനൊന്നും ഈ ശീലമില്ല, ഞാനാണ് അവിടെ ഒളിച്ചു വെക്കാൻ ക്ലീനിങ് സ്ത്രീയോട് പറയുന്നത്, അതെടുത്ത് ഉപയോഗിക്കും. ഒരു ദിവസം ഈ കാര്യം അരുന്ധതി മാഡം ശ്രദ്ധിച്ചു. ഞങ്ങൾ രണ്ടുപേർക്കും മുന്നറിയിപ്പെല്ലാം നൽകി. മുന്നറിയിപ്പ് നൽകിയ അവർ ഹെഡിനോട് പറഞ്ഞ ജോലിയിൽ നിന്ന് പുറത്താക്കിയാൽ എന്ത് ചെയ്യും എന്ന ഭയത്തിലായിരുന്നു ഞങ്ങൾ. അപ്പോഴാണ് നിങ്ങൾ അരുന്ധതി മാഡത്തെ സംശയിച്ചത്. ഞങ്ങളും അരുന്ധതി മാഡത്തിന്റെ ഭാഗത്തേക്ക് തിരിച്ചുപെട്ടു. അല്ലാതെ അരുന്ധതി മാഡം ഒന്നും ഇത് ചെയ്തിട്ടില്ല സാർ, ഞാനാണ് ഈ കാര്യം ചെയ്തത് എന്നവർ പറയുന്നു. അപ്പോൾ വെറുതെ അനാവശ്യമായ അരുന്ധതിയെ സംശയിച്ചല്ലോ എന്ന് ഇയാൾ ചിന്തിക്കുന്നു. ഇതിനെക്കുറിച്ചെല്ലാം വിവേകിനോടും പറയുന്നുണ്ട്. നേരത്തെ നമ്മുടെ ഹീറോ ടെസ്റ്റിനായി കൊടുത്ത റിസൾട്ട് വരുന്നു. സത്യമായിട്ടും ആ പേഷ്യൻസിനെല്ലാം വേറൊരു മരുന്ന് കൊടുത്ത് കൊല്ലാനാണ് ശ്രമിച്ചിരിക്കുന്നത് എന്നവർക്ക് മനസ്സിലാവുന്നു. ഡോക്ടർമാർക്കെല്ലാം എളുപ്പത്തിൽ കിട്ടുന്ന ഒരു മരുന്ന് വെച്ചിട്ടാണ് കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ വിചാരിച്ചത് ശരിയാണ്, ആരൊരാൾ മരുന്ന് നൽകിയിട്ടുണ്ട്. ഇത്രയും നാൾ അരുന്ധതിയാണിത് ചെയ്തത് എന്നാണ് വിവേക് വിചാരിച്ചിരുന്നത്. അരുന്ധതി അല്ല എന്ന് വന്നാൽ ഒരു പക്ഷേ മരിച്ചുപോയവർക്കെല്ലാം വ്യക്തിപരമായി ആരുടെയെങ്കിലും ശത്രുത ഉണ്ടാവുമോ എന്ന രീതിയിൽ ചിന്തിക്കണം എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സ്റ്റെല്ലയോട് ആദ്യം സംസാരിക്കുകയാണ്. സ്റ്റെല്ല എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നിഖിൽ എന്നെ മുകളിലേക്ക് വിളിച്ചു, ആ സമയത്താണ് ആരോ ഇങ്ങനെ ചെയ്തത് എന്ന് പറയുന്നു. ആ നിഖിൽ മനഃപൂർവ്വം ഇവരെ മുകളിലേക്ക് വരുത്തി വേറെ ആരെ കൊണ്ടെങ്കിലും ഈ കാര്യം ചെയ്യിച്ചതാകുമോ എന്ന് സംശയം വരെയാണ്. അടുത്തതായി ഗായകന്റെ ഭാര്യയോട് സംസാരിക്കുന്നു. സാർ, ഞാൻ പുറത്തുപോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് അയാൾക്ക് ഇങ്ങനെ സംഭവിച്ചത് സാർ. അതേസമയം ഗായകനെ സംബന്ധിച്ച് അമ്മാവനുമായി വഴക്കുണ്ടായിരുന്നു. അയാൾ ഒരു സ്ഥലം ചോദിച്ചു, ഇയാൾ തരില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ അമ്മാവൻ ഇത് ചെയ്തിരിക്കാം എന്ന് അമ്മാവനെ സംശയിക്കുന്നു. ഇപ്പോൾ നിഖിലിന്റെ മേലും അതുപോലെ ആശുപത്രി ഹെഡിന്റെ മേലും വിവേകിന് സംശയം വരുന്നു. ഈ അവസ്ഥയിലാണ് ആ നിഖിൽ പെട്ടെന്ന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അവന്റെ കത്തിൽ ഇതിനെല്ലാം ഞാനാണ് കാരണം എന്ന് എഴുതിയിട്ടുണ്ട്. അവൻ തന്നെയാണ് കത്ത് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തത് എന്ന് മനസ്സിലാവുന്നു. അപ്പോൾ 2 കൊലപാതകത്തിനും ഇവനാണോ കാരണം എന്നെല്ലാം അയാൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ കാമുകി, അതായത് ഹെഡിന്റെ മകൾ പറയുന്നുണ്ട് നിഖിലൊന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല എന്ന്. ഇപ്പോൾ പ്രകാശ് എപ്പോഴത്തെയും പോലെ ജോലി കഴിഞ്ഞ് പോവാം എന്ന് വിചാരിക്കുകയാണ്. നോക്കുമ്പോൾ ഇയാളുടെ റൂമിൽ ആ മരുന്നുണ്ട്. കൊല്ലാനായി ആ മരുന്ന് ഉപയോഗിച്ചില്ലേ, അത് ഇയാളുടെ സ്ഥലത്തുണ്ട്. ഇയാൾ വെച്ചിട്ടില്ല. പിന്നെ ആര് വെച്ചു? നമ്മളല്ലാതെ നമ്മുടെ റൂമിൽ ഭാര്യയല്ലേ ഉണ്ടായിരുന്നത്, ഭാര്യ വെച്ചിരിക്കോ എന്ന് ഭാര്യയുടെ മേൽ തന്നെ ഇയാൾക്ക് സംശയം വരുന്നു. ഇയാൾ വേഗം പുറപ്പെടുകയാണ്. കാരണം ഓരോ മരണം നടക്കുമ്പോഴും ഭാര്യ എവിടെ പോയി എന്ന് അറിയുന്നില്ല. ഭാര്യ ഒരു പക്ഷേ അവരെ തീർത്തിട്ട് വന്ന് മിണ്ടാതിരിക്കുകയാണോ, നമ്മളെ പറ്റിക്കുകയാണോ എന്ന് സംശയം വരാൻ തുടങ്ങുന്നു. ഇപ്പോൾ വേഗം വീട്ടിൽ വന്നയാൾ നീയാണോ ഇതിന് പിന്നിൽ എന്ന് ഭാര്യയോട് പരോക്ഷമായി ചോദിക്കുന്നു. ഭാര്യ എന്താ ഈ പറയുന്നത്,
ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, ഞാനൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ ഇവരാണ് എന്തോ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നു. കാരണം കുറച്ച് കള്ളലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. ആ നിഖിൽ ആത്മഹത്യ ചെയ്യുന്ന പോലെ മുകളിൽ നിന്ന് ചാടിയല്ലോ, എന്നാൽ അവൻ ജീവനോടെയുണ്ട്. ഇപ്പോൾ അവൻ കണ്ണു തുറക്കുന്നു. നീ എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്ന് കാമുകി ചോദിക്കുകയാണ്. ഞാൻ ആത്മഹത്യയൊന്നും ചെയ്തിട്ടില്ല, നടന്നത് വേറെയാണ് എന്ന് അവനൊരു കാര്യം പറയുന്നു. അതാരാണെന്ന് വെച്ചാൽ സെക്യൂരിറ്റി ഇല്ലേ, അയാളാണ് അടിച്ച് മുകളിൽ നിന്ന് താഴെയിട്ടത്. അച്ഛൻ പറഞ്ഞിട്ടാണ് ഈ കാര്യം ചെയ്തിരിക്കുന്നത്. ഇവനെ വെച്ച് എല്ലാം തീർക്കാമെന്നൊരു പ്ലാൻ ചെയ്തതായിരിക്കാം. ഇതെല്ലാം കാമുകിയോട് ഇയാൾ പറയുന്നുണ്ട്. അതേസമയം ഇപ്പോഴാണ് വിവേക് ഞെട്ടിക്കുന്ന ഒരു കാര്യം കണ്ടുപിടിക്കുന്നത്. നമ്മുടെ ഹീറോയോട് സംസാരിക്കുമ്പോൾ ഹീറോ ഭാര്യ എന്ന് പറഞ്ഞിരുന്നല്ലോ, എന്നാൽ ആ ഭാര്യ ഒരു വർഷം മുമ്പേ മരിച്ചുപോയി എന്ന് മനസ്സിലാവുന്നു. എന്താ, ഒരു വർഷം മുമ്പേ മരിച്ചുപോയോ എന്ന് പറഞ്ഞ് ഞെട്ടുകയാണ്. ഹെഡ് നഴ്സും ആ കാര്യം സ്ഥിരീകരിക്കുന്നു. ചുരുക്കത്തിൽ നമ്മുടെ ഹീറോ മരിച്ചുപോയ ഭാര്യ ഇത് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ചിന്തിക്കുന്നത്. ഭാര്യയുടെ വീട്ടിലേക്ക് അയാൾ വരികയാണ്. അമ്മായിയമ്മയും എന്താ പെട്ടെന്ന് വന്നത് എന്ന് ചോദിക്കുകയാണ്. അവളുടെ സാധനങ്ങളെല്ലാം നോക്കാനായി വന്നതാണ് എന്ന് പറഞ്ഞ് ഇയാൾ പരിശോധിക്കാനായി പോവുകയാണ്. യഥാർത്ഥത്തിൽ ഭാര്യ മരിച്ചുപോയെന്ന് പറഞ്ഞ് അവിടെ മാലയെല്ലാം ഇട്ടിട്ടുണ്ട്. അതൊന്നും ഇയാൾ ശ്രദ്ധിച്ചിരുന്നില്ല. ഇയാൾ ഭാര്യ ജീവനോടെ ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. അവരുടെ സാധനങ്ങളെല്ലാം പരിശോധിച്ച് നോക്കുകയാണ്. നമ്മുടെ ഹീറോയ്ക്ക് മെന്റൽ പ്രോബ്ലം ഉണ്ടെന്ന് കുറച്ചായി നമ്മളെ മനസ്സിലാക്കി തരാൻ തുടങ്ങുകയാണ്. മറ്റൊരു വശത്ത് വിവേക് ഹെഡ് നഴ്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹെഡിന്റെ മകൾ അവിടെ വരികയാണ്. കാമുകൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, വന്ന് കേക്ക് എന്ന് പറയുന്നു. ഈ നിഖിൽ കണ്ട ഒരു കാര്യം പറയുന്നു. അന്ന് നിഖിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ പ്രകാശ് തനിയെ സംസാരിച്ചുകൊണ്ട് നടന്നു വരുന്നുണ്ടായിരുന്നു. അയാൾ എന്തിനാണ് തനിയെ സംസാരിച്ചത് എന്ന് എനിക്കറിയില്ല സർ, ഞാൻ ആ സമയം ഫോണിൽ ബിസി ആയിരുന്നതുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നു. ചുരുക്കത്തിൽ അയാൾ തനിയെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയെ അയാൾ സങ്കല്പിച്ചിരിക്കുകയാണ് എന്ന് വിവേകും ചിന്തിക്കുന്നു. പ്രകാശിന് മെന്റൽ പ്രോബ്ലം ഉണ്ടെന്ന് വിവേകിന് മനസ്സിലായല്ലോ. അയാളുടെ വീട്ടിലേക്ക് പോകണം എന്നെല്ലാം ചിന്തിക്കുകയാണ്. ഇപ്പോൾ രണ്ടുപേരും ഒരേ സമയത്ത് തന്നെയാണ് വീടിനടുത്തേക്ക് വരുന്നത്. പ്രകാശിന്റെ വീട് കാണുന്ന വിവേക് ഞെട്ടുന്നു. കഴിഞ്ഞ ഒരു വർഷമായി ക്ലീൻ ചെയ്യാതെയാണ് ആ പ്രകാശ് ഉള്ളത് എന്ന് ഇയാളും ചിന്തിക്കുന്നു. ഇപ്പോൾ പതുക്കെ അകത്തേക്ക് വരാണ്. ജനലിലൂടെ ആദ്യം നോക്കാമെന്ന് കരുതി എത്തി നോക്കുന്നു. ആ സ്ഥലത്ത് അയാൾ തനിയെ വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഭാര്യ ചെയ്തതാണെന്ന് വിചാരിച്ച് ഭാര്യയോട് തന്നെ വഴക്കിടുന്ന പോലെ തനിയെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന വിവേക് കോളിംഗ് ബെൽ അടിക്കുന്നു. കോളിംഗ് ബെൽ അടിച്ച ഉടനെ ആ പ്രകാശും വാതിൽ തുറക്കുകയാണ്. ഈ വീട് പഴയതാണെന്ന് വിവേകിന് മനസ്സിലാവുന്നുണ്ടല്ലോ. പക്ഷേ പ്രകാശിന് അത് ഫീൽ ആവുന്നില്ല. അയാളുടെ കണ്ണിന് നോർമൽ ആയിട്ടാണ് വീട് കാണുന്നത് എന്ന് മനസ്സിലാവുന്നു. ഇപ്പോൾ വിവേകിനോട് പ്രകാശും ചില സത്യങ്ങൾ പറയുന്നു. അതായത് എൻ്റെ ഭാര്യയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. അതിന് വിവേക് നിങ്ങളുടെ ഭാര്യ നേരത്തെ തന്നെ മരിച്ചുപോയി, മനസ്സിലാക്ക് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നു. ഇയാൾ പറയുമ്പോഴാണ് കുറച്ചായി ഇയാൾക്ക് അതെല്ലാം ഓർമ്മ വരുന്നത്. ഇപ്പോൾ സമനില വീണ്ടെടുക്കുന്ന അയാൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ഞാനാണ് ഇതെല്ലാം ചെയ്തത് എന്ന ചെറിയ രീതിയിൽ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ വിവേകിന്റെ കയ്യിൽ പെട്ടുപോകരുത് എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ. പെട്ടെന്ന് ഒരു വസ്തു വെച്ച് അടിച്ച് വിവേകിന്റെ ബോധം കെടുത്തുന്നു. വിവേക് കുറച്ചു നേരം കഴിയുമ്പോൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൻ എവിടെ പോയി എന്ന് ചുറ്റും തിരയാണ്. അതായത് ഒരു 2 മിനിറ്റ് ഗ്യാപ്പിൽ ഇയാൾ കണ്ണു തുറന്നു. ഇപ്പോഴും ആ സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ഹീറോ പ്രകാശ് ഉള്ളത്. ഇപ്പോൾ പ്രകാശും ഈ ഓഫീസറെ ജീവനോടെ വിടാൻ പാടില്ല എന്ന് കരുതി വീണ്ടും അറ്റാക്ക് ചെയ്യാനായി വരുന്നു. പക്ഷെ ഈ ഓഫീസർ വിവേക് തടഞ്ഞ് ഫൈറ്റ് ചെയ്യാണ്. രണ്ടുപേരും തുല്യമായി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ഈ ഓഫീസർ ആ പ്രകാശിനെ അടിച്ചിരുത്താണ്. എന്തിനാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിനക്ക് എന്താണ് പറ്റിയത് എന്നെല്ലാം ചോദിക്കുന്നു. അപ്പോഴാണ് പ്രകാശ് നടന്ന കാര്യം പറയുന്നത്. പ്രകാശിന് കാര്യം മനസ്സിലായത് കൊണ്ട് നടന്ന കാര്യം പറയുന്നു. ഇയാൾ അരുന്ധതിയെ വിട്ട് പിരിഞ്ഞതിന് ശേഷമാണ് വീട്ടിൽ മീരയെ കണ്ട് കല്യാണം കഴിപ്പിച്ചത്. ഇയാൾക്ക് മീരയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. സന്തോഷമായി ഇവർക്കൊപ്പം ജീവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവർക്ക് ലങ് ക്യാൻസർ വരുന്നത്. അതിനുള്ള ട്രീറ്റ്മെന്റ് നൽകാമെന്ന് കരുതി ഇയാൾ നൽകാൻ തുടങ്ങും. ഭാര്യയെ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല, ട്രീറ്റ്മെന്റ് എല്ലാം നൽകി രക്ഷിക്കാം എന്ന് വിചാരിക്കുന്നു. പക്ഷെ പോകെ ട്രീറ്റ്മെന്റ് തന്നെ അവർക്ക് വളരെ കഷ്ടമായി തോന്നുന്നു. കാരണം ഈ തെറാപ്പി എന്ന് പറഞ്ഞ ശരീരം വളരെ വേദനിക്കാൻ തുടങ്ങുന്നു. ദയവായി എന്നെ ഒന്ന് കൊന്നുകള, എനിക്ക് ഈ കഷ്ടപ്പാടിൽ ജീവിക്കാൻ കഴിയുന്നില്ല എന്നവർ പറയുന്നു. അങ്ങനെയൊന്നും പറയരുത്, എങ്ങനെയെങ്കിലും നിന്നെ ഞാൻ ഇതിൽ നിന്നും രക്ഷിക്കും എന്നയാൾ പറയുന്നു. തുടർന്ന് ഭയങ്കരമായി ഇവർക്ക് ട്രീറ്റ്മെന്റ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോവുകയാണ്. ഒരു ഘട്ടത്തിൽ ആ വേദനയോടെ തന്നെ അവർ മരിച്ചു പോകുന്നു. മരിക്കുമ്പോൾ ഇതിനു മുമ്പ് നിനക്ക് എന്നെ എളുപ്പത്തിൽ കൊല്ലായിരുന്നില്ലേ, ഒരുപാട് കഷ്ടപ്പെടുത്തി എന്ന രീതിയിൽ വിലവെച്ചുകൊണ്ടാണ് ആ സ്ത്രീ മരിച്ചുപോയത്. ഇത് ഇയാൾക്ക് ഉൾക്കൊള്ളാനേ കഴിഞ്ഞില്ല. ഭാര്യ ഉള്ളതുപോലെ ഇയാൾ തന്നെ സങ്കല്പിക്കുന്നു. ഭാര്യ എന്നെ വേഗം കൊന്നുകളയെ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ മുതൽ കഷ്ടപ്പെടുന്ന പേഷ്യൻസിനെ കണ്ടാൽ ഭാര്യയെ പോലെ കണ്ണിന് കാണാൻ തുടങ്ങി. എന്നെ കൊന്നുകളയെ എന്ന് പറയുന്നതായി ഇയാൾക്ക് തോന്നുന്നു. ഇയാളാണ് ആ മരുന്ന് കൊടുത്ത് കൊന്നിരിക്കുന്നത്. പക്ഷെ ഇയാളാണ് ചെയ്യുന്നത് എന്നത് ഇയാൾക്ക് തന്നെ അറിയില്ല. ഇയാളെ സംബന്ധിച്ച് നമ്മുടെ ഭാര്യയാണ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ വിവേകൊക്കെ വന്ന് സംസാരിച്ചതിന് ശേഷമാണ് ഇയാൾക്ക് റിയാലിറ്റി മനസ്സിലാവുന്നത്. ഇപ്പോൾ എല്ലാം പ്രകാശിന് മനസ്സിലായതുപോലെയാണ്. പ്രകാശിനെ ലോക്ക് ചെയ്ത് കൂട്ടിക്കൊണ്ടു പോകണം എന്ന് കരുതി വിവേക് പിടിക്കാനായി വരുന്നു. എന്നാൽ അതിനുള്ളിൽ ഉണർന്ന പ്രകാശ് വേറൊരു കസേര വെച്ച് ഇയാളുടെ തലയിൽ തന്നെ അടിക്കുന്നു. ചുരുക്കത്തിൽ ഈ ഓഫീസർ അടിച്ച് ഒരു മലമുകളിൽ നിന്ന് താഴേക്ക് ഇട്ടിരിക്കുകയാണ്. പ്രസന്റിൽ ആരോ കഥ പറയുന്നത് പോലെ കാണിച്ചില്ലേ, ഈ ഓഫീസറായ വിവേകാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മെഷീൻ കഴുത്തിനടുത്ത് വെച്ച് സംസാരിച്ചിരുന്നല്ലോ, അങ്ങനെയാണ് കഥ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഒരു പേഷ്യന്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എടുക്കുമല്ലോ, അതുപോലെ ഈ വിവേകിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു. ഇയാൾ ഒരു പോലീസ് ഓഫീസറാണ്. പക്ഷേ ഇയാൾ പറയുന്നത് ഈ ഡോക്ടർ വിശ്വസിക്കുന്നില്ല. കാരണം അൺഒഫീഷ്യൽ ആയിട്ടാണല്ലോ വിവേക് ഈ കേസ് അന്വേഷിച്ചത്. ഇയാൾ അങ്ങനെ ഒരു കേസ് എടുത്തിട്ടേ ഇല്ല, ഇയാൾ തന്നെ സങ്കല്പിക്കുകയാണ് എന്ന് തോന്നുന്നു എന്ന രീതിയിൽ ജൂനിയർ ഡോക്ടർമാരോട് ഇയാൾ പറയുന്നു. അതായത് ഇയാൾ ഒരുപാട് കേസ് സോൾവ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു കേസ് നടന്നിട്ടില്ല. ഇയാൾ സ്വയം ചിന്തിക്കുകയാണ്. ആക്സിഡന്റിൽ ഇങ്ങനെ ഇയാൾക്ക് ഒരു ആഘാതം ഉണ്ടായിട്ടുണ്ട് എന്നെല്ലാം പറയുന്നു. പക്ഷെ ജൂനിയർ ഡോക്ടർ പറയുന്നുണ്ട്, അല്ല ഡോക്ടർ, എനിക്ക് എന്തോ ഇയാൾ പറയുന്നത് സത്യമാണെന്ന് തോന്നുന്നു എന്ന്. ഇവിടെ നീയാണോ ഡോക്ടർ അതോ ഞാനാണോ എന്ന് ആ സീനിയർ ഡോക്ടർ ചോദിക്കുകയാണ്. അതുകൊണ്ട് ഈ ജൂനിയർ ഡോക്ടർക്ക് ഒന്നും പറയാൻ സാധിച്ചില്ല. ഇയാൾ തീർച്ചയായിട്ടും പെറുപെറുക്കാണ്, ഇയാളോട് സംസാരിച്ചിട്ട് കാര്യമില്ല, ഇയാൾക്കുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ നൽകിയാൽ മതി എന്നെല്ലാം ഈ ഹെഡ് ഡോക്ടർ പറഞ്ഞിട്ട് പോവാണ്. നമ്മൾ ഇത്രയും പറഞ്ഞിട്ടും വിശ്വസിച്ചില്ലല്ലോ എന്ന രീതിയിൽ വിവേക് ഒരു നോട്ടം നോക്കുന്നു. ഇപ്പോൾ നഴ്സുമാർ നിങ്ങളുടെ റൂമിൽ പോയി കിടക്ക് എന്ന് പറഞ്ഞ് റൂമിലേക്ക് കൊണ്ടുപോയി ഇയാളെ കിടത്തുന്നു. ഇയാൾ ചില കാര്യങ്ങൾ ഓർത്തു നോക്കാണ്. യഥാർത്ഥത്തിൽ ഇയാളെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് ആ പ്രകാശ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു മലമുകളിലേക്ക് ഇയാളെ കൊണ്ടുപോയി മുകളിൽ നിന്നും തള്ളി താഴെ ഇട്ടു. അതെല്ലാം ഇയാളുടെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം പെട്ടെന്ന് നോക്കുമ്പോൾ പ്രകാശ് ഈ സ്ഥലത്തേക്ക് വരികയാണ്. ഇവൻ ജീവനോടെ ഇരിക്കുന്ന അപകടമാണ്, ഇവനെ തീർക്കണം എന്നതിനാണ് ആ സ്ഥലത്തേക്ക് വന്നിരിക്കുന്നത്. അയ്യോ, പ്രകാശ് വരുന്നല്ലോ എന്ന രീതിയിൽ വിവേക് ഭയന്ന് നോക്കുന്നുണ്ട്. വന്ന പ്രകാശ്, നീ ജീവനോടെ ഇരിക്കുന്ന അപകടമാണ്, അതുപോലെ നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിനക്ക് മോക്ഷം തരാമെന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞ് ഇയാൾക്ക് ഇഞ്ചക്ഷൻ നൽകാനായി വരുന്നു. യഥാർത്ഥത്തിൽ ഇയാൾ നേരത്തെ വന്ന ആൾക്ക് കൈ കൊടുത്തപ്പോൾ കയ്യിൽ ഒരു വിരൽ മാത്രം വ്യത്യാസമായി തോന്നിയിരുന്നു. എന്തോ ഒരു വിരൽ മാത്രം വ്യത്യസ്തമായിരിക്കുന്നത് എന്ന് വിവേക് ചിന്തിച്ചിരുന്നു. ആ വിരലിനുള്ളിലാണ് ഇയാൾ സൂചി ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് വിരൽ മുറിഞ്ഞു പോയത് കൊണ്ട് ഇയാൾ ആർട്ടിഫിഷ്യൽ വിരൽ വെച്ചില്ലേ, അതിനുള്ളിലാണ് ഒരു സൂചി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോരുത്തർക്കും അതിലൂടെയാണ് കുത്തിവെപ്പ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇയാളെ കൊല്ലാനായി വന്നിരിക്കുകയാണല്ലോ, ആ വിരൽ വെച്ച് ഇയാളുടെ കഴുത്തിൽ കുത്താനായി വരുന്നു. എന്നാൽ വിവേക് ഈ അവസ്ഥയിലും തടഞ്ഞ് അയാളുമായി ഫൈറ്റ് ചെയ്യുന്നു. ഇല്ല, നമ്മൾ കുറച്ച് അശ്രദ്ധയായാൽ നമ്മുടെ ജീവൻ പോവും, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഫൈറ്റ് ചെയ്യണമെന്ന് കരുതി കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ഫൈറ്റ് ചെയ്ത അയാൾ ആ സൂചി അവന്റെ കഴുത്തിൽ തന്നെ കുത്തണമെന്ന് കരുതി അവന്റെ കഴുത്തിൽ തന്നെ കുത്തുന്നു. അതായത് പ്രകാശ് വിവേകിനെ കൊല്ലാനായി വന്നതാണല്ലോ. പക്ഷെ ഈ സ്ഥലത്ത് വിവേക് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രകാശിനെ തീർക്കുന്നു. ആ സൂചി കൊണ്ട ഉടനെ ഇയാൾ പെടയാണ്. ഒരു ഘട്ടത്തിൽ ഇയാളുടെ ജീവനും പോകുന്നു. ഇപ്പോൾ ജീവൻ പോയതിനു ശേഷം ഇയാൾക്ക് 4 പേരെ സങ്കല്പത്തിൽ കാണാൻ കഴിയുന്നു. അതായത് ഇയാളുടെ ഭാര്യയെ കാണുന്നു, ഇതിനു പുറമെ 3 പേരെ ഇയാൾ കൊന്നില്ലേ, അവരെല്ലാവരെയും ആ സ്ഥലത്ത് കാണുന്നു. നീയും വന്നു എന്ന് ഇയാളുടെ ഭാര്യ മീര ചോദിക്കുന്നുണ്ട്. അതെ, വന്നു എന്ന് പറഞ്ഞ് ഇയാളും ഭാര്യയുടെ അടുത്തേക്ക് പോകുന്നു. അതായത് ഈ ലോകത്ത് ഇവർ രണ്ടുപേരും ഒന്നിച്ചു എന്ന രീതിയിൽ കാണിച്ച് നമുക്ക് ഈ സിനിമയുടെ കഥ അവസാനിപ്പിക്കുന്നു. സോ കഥ എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.